ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യാപകമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ഹിസ്ബുള്ള തലവൻ സൈൻ ഹസൻ നസ്രുള്ളയെ വധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യാപകമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രള്ളയെ വധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമാക്രമണം നടത്തിയ സമയത്ത് സയ്യിദ് ഹസൻ നസ്രള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തുണ്ടായിരുന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. വ്യോമാക്രമണത്തിൽ നസ്രള്ള കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ ഹസൻ നസ്രുള്ള സുരക്ഷിതനാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശമായ ദഹിയയിൽ ഒന്നിലധികം കെട്ടിടങ്ങൾ തകർന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ കുറഞ്ഞത് 8 പേരെങ്കിലും മരിക്കുകയും 90-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹിസ്ബുള്ളയുടെ മിസൈൽ ആയുധശേഖരത്തിന്റെ പകുതിയോളം ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. ലെബനനിൽ കരയാക്രമണത്തിനായി ഇസ്രായേൽ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതായാണ് വിവരം. ലെബനനിൽ ഇതുവരെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ മാത്രമാണ് നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും ലെബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ലെബനനിൽ ഈ ആഴ്ച മാത്രം 700ഓളം പേർക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 2 ലക്ഷത്തിലേറെ ജനങ്ങൾ ഇതിനകം പലായനം ചെയ്തെന്നാണ് കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയുടെ കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്.